In traveling a distance, yes. Then work done is equal to S into S. നീ വരുന്നില്ലേ? നിധി, വാട്ട്സ് റോങ് വിത്ത് യു? കുട്ടി ഏത് ലോകത്താ? ബെല്ലടിച്ചതും ക്ലാസ് കഴിഞ്ഞതൊന്നും അറിഞ്ഞില്ലേ? സോറി മാം. ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. യു ആർ നോട്ട് അറ്റൻഡിങ് ദ ക്ലാസ് ആൻഡ് ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. എന്ത് ഭാവിച്ച കുട്ടി? പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടല്ലോ അല്ലേ? വന്ന് ഈ ക്ലാസ്സിലെ ഏറ്റവും വീക്ക് സ്റ്റുഡന്റ് ആയിരിക്കും ഇയാള്. എന്താ പറ്റിയത് കുട്ടിക്ക്? നത്തിങ് മാം. സോറി. എന്തോ ഇന്ന് ഞാൻ ആകെ ഡിസ്റ്റർബ്ഡാ. ഓരോ ദിവസം കഴിയും തോറും എനിക്ക് പേടി കൂടി വരാ. വീട്ടിലേക്ക് പോവാനെ തോന്നണില്ല. ഞാൻ എന്താ ചെയ്യാ? നിന്നെ ഇങ്ങനെയൊന്നും അല്ല മമ്മി കരുതിയത്. നോ, ഐ ആം അഷേംഡ് ഓഫ് യു. കണ്ടോ, ഒരു സബ്ജക്റ്റിന് പോലും 50% മാർക്കില്ല. നിന്റെ ലില്ലി മിസ്സിനെ വിളിച്ചപ്പോ നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നേ ഇല്ലെന്നാ പറഞ്ഞത്. പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? സാരമില്ല, അവള് കുട്ടിയല്ലേ. നെക്സ്റ്റ് ടൈമിൽ നല്ല മാർക്ക് വാങ്ങിച്ചോളും അല്ല മോളെ? മോഹൻ അറിഞ്ഞൂടെ, പണ്ട് ഇവളെ എന്ത് ബ്രൈറ്റ് ആയിരുന്നു. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നില്ലേ? പോട്ടെ, പഠിക്കണ്ട, ഒന്ന് സ്മാർട്ടായിട്ട് നടക്കെങ്കിലും ചെയ്തൂടെ ഇവൾക്ക്? എന്താ നിന്റെ പ്രോബ്ലം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറ. പ്രോബ്ലോ? എന്ത് പ്രോബ്ലം? താനായിട്ട് പ്രോബ്ലം ഉണ്ടാക്കണ്ട, അവൾക്കൊന്നുമില്ല. മോഹനാണ് അവളെ വഷളാക്കുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ലാളിച്ച്. അയക്കോ, പക്ഷെ പെൺകുട്ടികളെ ശാസിച്ചേ വളർത്താവൂന്ന് ഓർമ്മ വേണം. മമ്മി പറഞ്ഞു പോയത് കേട്ടില്ലേ? പപ്പയാണ് മോളെ ലാളിച്ച് വഷളാക്കുന്നതെന്ന്. ആണോ മോളെ? പറയും, എല്ലാം ഞാൻ മമ്മിയോട് പറയും. Do it properly. Okay, ma'am. മാഡം, നിധി എസ് മേനോൻ ഒരു വിസിറ്റർ ഉണ്ട്. ആ, കുട്ടി ചെല്ലു. നിധി, കുട്ടി എന്താ പപ്പയെ കാണാത്തെ? ഈസ് വെയിറ്റിംഗ് ഫോർ യു. മമ്മിയുമായി വഴക്കിട്ടാ വീട്ടിൽ നിന്ന് പോന്നതല്ലേ? പപ്പ പറഞ്ഞു, വാ, പ്രിൻസിപ്പൽ പറഞ്ഞു കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. വരൂ കുട്ടി. ചെല്ല, പപ്പ വഴക്കൊന്നും പറയില്ല. ഇനി നന്നായി പഠിച്ചാ മതി. മോളിരിക്കേ. Come on, sit. മോളുടെ ക്ലാസ് ടീച്ചർ അത് അല്ലേ? ലില്ലി മിസ്. പഠിത്തത്തിൽ മോൾ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന്
അവര് പറഞ്ഞു, പ്രിൻസിപ്പലും പറഞ്ഞു. ആ, പോട്ടെ, മോക്ക് പഠിക്കാൻ പറ്റുന്ന പോലെ പഠിച്ചാൽ മതി. അതന്വേഷിക്കാനല്ല പപ്പ വന്നിട്ടുണ്ടാവുമെന്ന് മോൾ ഊഹിക്കുന്നുണ്ടാവും അല്ലേ? അതെ, പപ്പ വന്നത് അതിനല്ല. പപ്പയ്ക്ക് മോളെ ഒറ്റയ്ക്കൊന്ന് കാണാനാ. അയ്യോ, മോള് പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഇന്നലെ മോള് പപ്പയെ വന്ന് പേടിപ്പിച്ചു കളഞ്ഞു. അല്ല, ഞെട്ടിച്ചു കളഞ്ഞു. എന്തൊരു ഫോഴ്സായിരുന്നു പറച്ചിലിന്. ഉള്ളതൊക്കെ മോൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ പപ്പ പെട്ടുപോയനെ. എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പപ്പയ്ക്കറിയാം. എന്നാലും മോൾ കുട്ടിയല്ലേ, അബദ്ധത്തിനെങ്ങാനും പറഞ്ഞു പോയാലോ? വിരോധമില്ല, പപ്പയ്ക്ക് ഒരു വിരോധമില്ല. പക്ഷെ പപ്പ അപ്പോ ചെറിയൊരു കാര്യം ചെയ്യും. കൊല്ലും. പപ്പ കൊല്ലും. ആദ്യം മോളുടെ അനിയത്തിയെ, പിന്നെ മമ്മിയെ, ഒടുവിൽ പപ്പയുടെ ഈ മിടുക്കി കുട്ടിയെ. അല്ലാതെ പപ്പ എന്ത് ചെയ്യാനാ? പപ്പയ്ക്ക് വേറൊരു നിവൃത്തി ഉണ്ടാവില്ല മോളെ. ഈ സൊസൈറ്റിയിൽ പപ്പയ്ക്ക് പപ്പയുടെ മാന്യത നിലനിർത്തണ്ടേ? അപ്പോ മോള് കരുതും എങ്ങനെയാ കൊല്ലാന്ന്. പണ്ട് മോളുടെ ഡാഡി മരിച്ചത് ഒരു ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ ഇത് പപ്പ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കൂട്ടാത്മഹത്യ. മമ്മിയും മോളും കനിമോളും ഒരുമിച്ച് ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണാൻ പപ്പയ്ക്ക് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മോൾ ആലോചിക്കേ, ക്ലാസ്സിൽ പോയിരുന്ന് സമയമെടുത്ത് ആലോചിക്കേ. നന്നായി, മോഹനെങ്കിലും പോകാനും അന്വേഷിക്കാനും തോന്നിയല്ലോ. തിരക്കുകൾക്കിടയിൽ ഞാൻ വിചാരിക്കുന്നതല്ലാതെ നടക്കുന്നില്ല. വന്ന് വന്ന് എനിക്ക് ബിസിനസ്സിൽ മാത്രമായി ശ്രദ്ധ അല്ലേ? നിധി എങ്ങനെ കരുതണുണ്ടാവോ? നിധിക്ക് പക്ഷേ ഞാൻ സ്കൂളിൽ ചെന്നത് അത്ര ഇഷ്ടമായിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞോള്? ഇല്ല. എന്തോ ഈയിടെയായി ഞാൻ ചെയ്യുന്നതൊന്നും അവൾക്ക് ഇഷ്ടമാവുന്നില്ലെന്ന് തോന്നുന്നു. വളരും തോറും അവൾ എന്നിൽ നിന്ന് വല്ലാതെ അകന്നു പോകുന്ന പോലെ. ഒരുപക്ഷെ ഞാൻ അവളുടെ സ്വന്തം പപ്പയല്ലാത്തത് കൊണ്ടാവോ? എന്താ മോഹൻ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഏയ്, വെറുതെ തോന്നലാവും ചിലപ്പോ. കുട്ടികളല്ലേ, അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് എങ്ങനെ അറിയാം? മോഹന് വിഷമായോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ കൈവിട്ടു പോയപ്പോ താനും കുട്ടികളാണ് ആശ്വാസമായത്. സുരേഷിന്റെ മക്കളെ സ്വന്തം മക്കളായിട്ടെ അന്നും ഇന്നും ഞാൻ കരുതിയിട്ടുള്ളൂ. അന്ന് മുതലേ ഞാൻ നിധിയുടെയും കനിയുടെയും നല്ല പപ്പ തന്നെയാണെന്നാ എന്റെ വിശ്വാസം. വിശ്വാസമല്ല മോഹൻ, അത് സത്യമല്ലേ? സത്യമാണെന്ന് എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. അത് മതി, എനിക്കത് മതി അരുന്ധതി. അല്ലെങ്കിൽ ചിലപ്പോ ഇന്ദു മരിച്ചു പോയപ്പോഴുള്ള ആ അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു പോയെന്ന് വരും. ഒരു മുഴുകുടിയനായി. ഏയ് നോ. നിന്റെ ഏത് ഇഷ്ടത്തിനാ മോളെ പപ്പ എതിര് നിന്നിട്ടുള്ളത്? പിന്നെ നീ എന്തിനാ പപ്പയോട് ഇങ്ങനെ അകലം കാണിക്കുന്നേ? പപ്പ സ്കൂളിൽ വന്നത് നീ പഠിപ്പ് ഉഴപ്പുകയാണെന്നുള്ള വറി കൊണ്ടല്ലേ? എന്നിട്ട് മോൾ അങ്ങനെ ബിഹേവ് ചെയ്തപ്പോ പപ്പയ്ക്ക് എന്ത് വിഷമായെന്നോ? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും മക്കൾക്ക് പപ്പയുമായൊരു ഡിസ്റ്റൻസ് ഉണ്ടായാ അത് മമ്മിക്കും പ്രയാസാവും. ആരെയും വേദനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല മോളെ, പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ. മോളൊന്ന് ഓർത്തു നോക്കിയേ, അന്ന് ആ ആക്സിഡന്റ് ഉണ്ടായപ്പോ മമ്മിക്ക് മോളെയും കനിമോളെയെങ്കിലും ബാക്കി കിട്ടി. പപ്പയ്ക്കോ ഇന്ദു ആന്റിയും സച്ചിൻ മോനും ഒരുമിച്ച് നഷ്ടപ്പെട്ടില്ലേ? മോളുടെ ഡാഡിയും പപ്പയും എങ്ങനെയാ ഒരുമിച്ച് ജീവിച്ചെന്ന് കുറച്ചെങ്കിലും മോൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? ഒറ്റയ്ക്കായി ആ മനുഷ്യന് ജീവിതം തന്നെ നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ റിലേറ്റീവ്സ് ഒക്കെ അത്ര നിർബന്ധിച്ചിട്ടല്ലേ
മമ്മി ഈ അലയൻസിന് സമ്മതിച്ചത്? അതും മോൾക്ക് അറിയാവുന്നതല്ലേ? പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നല്? നോക്കു മോളെ, പപ്പയ്ക്കിപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി കൺസിഡറേഷനും സിമ്പതിയൊക്കെ ആ മനുഷ്യൻ അർഹിക്കുന്നുണ്ട്. മമ്മിയോടെല്ലാം തുറന്ന് പറയാന്ന് വെച്ച ആ ഡബിൾ എല്ലാരും കൊല്ലും, ഉറപ്പാ. അയാള് കൊല്ലാനും മടിയുണ്ടാവില്ല അയാൾക്ക്. മാത്രല്ല പറയുമ്പോ മമ്മി ആകെ തകർന്നു പോവും. അയാള് പാവാന്ന മമ്മിയുടെ വിചാരം. പക്ഷേ എനിക്കിതെല്ലാം ആരോടെങ്കിലും പറയണം സന്ദീപ്, അല്ലെങ്കിൽ ഭ്രാന്തം പിടിക്കും. അതാ നിന്നോട് പറഞ്ഞത്. എനിക്കറിയാം ഇനി അയാൾ എന്നെ കൂടുതൽ ഉപദ്രവിക്കും. ചിലപ്പോ നശിപ്പിക്കും. ഞാൻ എന്താ ചെയ്യാ സന്ദീപ്? ഞാൻ എന്താ ചെയ്യണ്ടേ? കൊല്ലണം, കൊല്ലുക വേണ്ട പന്നിയെ. നീ എന്താ പറഞ്ഞത് സന്ദീപ്? അത് നീ പറഞ്ഞത് ശരിയാ. അയാള് ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ അയാളെ കൊല്ലണം. കൊന്നാലോ? ശരിക്കും ഞാൻ അയാള് കൊന്നാലോ സന്ദീപ്? അയ്യോ, എന്താടാ? കുത്തി. എന്ത് കുത്തി? നിധി കുത്തി. കടന്നല് കുത്തി, തേനീച്ച കുത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിധിയും കുത്താൻ തുടങ്ങിയോ? അത് ചേച്ചി ഉറക്കത്തിൽ പോലും അവനാ പെങ്കൊച്ചിന്റെ വിചാരമാ. മര്യാദക്ക് കിടന്ന് ഉറങ്ങിക്കോണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കുത്തും. നിധി, പപ്പയെ കൊല്ലാന്ന് നീ പറഞ്ഞത് സീരിയസാ? ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ട് പേടിച്ചു. അല്ലാതെ വേറെ വഴിയില്ല സന്ദീപ്. നീ കൊന്ന നീ ജയിലിൽ പോകും നിധി. നിന്റെ ലൈഫ് പോവും. എനിക്കത് ആലോചിക്കാൻ വയ്യ. എനിക്കിഷ്ടമാ നിന്നെ, ഭയങ്കര ഇഷ്ടമാ. നിനക്കൊന്നും പറ്റാൻ പാടില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും സന്ദീപ്? നമുക്ക് വേറൊരാളെ വെച്ച് പപ്പയെ കൊല്ലിച്ചാലോ? വേറൊരാളെ വെച്ചോ? ആ, വാടാക്കൊല്ലാളിന്ന് കേട്ടിട്ടില്ലേ? പ്രൊഫഷണൽ കില്ലർ. അതിന് നിനക്ക് വല്ല പ്രൊഫഷണൽ കില്ലറിനെയും പരിചയമുണ്ടോ? ഇല്ല. മാത്രമല്ല പ്രൊഫഷണൽ കില്ലേഴ്സൊക്കെ ഭയങ്കര കാശ് ചോദിക്കും. പിന്നെ എന്ത് ചെയ്യും? എനിക്കറിയില്ല. പക്ഷേ ഉറപ്പാ സന്ദീപ്, ഡബിളിനെ കൊല്ലണം. അയാളിനി ജീവിച്ചിരിക്കാൻ പാടില്ല. കണ്ണു തുറന്നു പിടിച്ചുകൊണ്ട് മോള് സ്വപ്നം കാണുവാണല്ലേ?
സ്വപ്നം കാണേണ്ട പ്രായത്തിൽ സ്വപ്നം കാണണം. പക്ഷേ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സുന്ദരങ്ങളായിരിക്കണം. അത് മാനുവലങ്ങളുടെ നിർബന്ധം. ഇപ്പൊ എന്ത് സ്വപ്ന മോള് കണ്ടോണ്ടിരുന്നെന്ന് അങ്കിൾ പറയട്ടോ? പേടിക്കണ്ട, അങ്കിൾ ആരോടും പറയില്ല. ആരാ ആരാള്? ഒരു ക്ലൂ തന്നാ മതി, ബാക്കി അങ്കിൾ പിടിച്ചോളാം. അങ്ങനെ പോയാ എങ്ങനെയാ? അങ്കിള് ശല്യപ്പെടുത്താതെ. വേണ്ട വേണ്ട, അങ്കിള് പിണങ്ങി. മോളുടെ ഈ മുഖം അറിയാണ്ടല്ലോ. ദേ അങ്കിളിന് ഈ നെഞ്ച് കലങ്ങും. ക്ലൂ തന്നില്ലെങ്കിൽ വേണ്ട. ആ സബ്ജക്റ്റിൽ എന്തെങ്കിലും ഹെൽപ്പോ അഡ്വൈസോ വേണമെങ്കിൽ ചോദിച്ചോ, തരാം. ഹലോ മൈ ഡാർലിങ്സ്, അനിമലെങ്കിലോട്ട് കളിക്കാൻ. മോളെ നീതു, നീ ആ ബാച്ചിക്ക് നീ നീ എന്റെ ഡാർലിംഗ് അല്ലേടി. നിനക്ക് ചോക്ലേറ്റ് മേടിച്ചു തരാം. ഇടറി ഷട്ടിൽ. മോളെ ക്ലൂ 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 വേട്ടോ. മാനുവൽ അങ്കിളിനെ കൊണ്ട് ആ ഡെവിളിനെ കൊല്ലിച്ചാലോ? അയാളെ പോലെ തന്നെ ബോറനാ ഈ അങ്കിളും. രണ്ടുപേരുടെ ശല്യം അതോടെ തീരും അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പക്ഷേ അയാളെ സമ്മതിക്കോ കൊല്ലാൻ?